നാളെ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്കിൽ കെഎസ്ആർടിസി ബസ്സുകൾ ഭാഗമാകില്ല എന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നാളെ കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തുമെന്നും ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ദേവൻ എം പി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, എന്തായാലും കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തും എന്ന് പറയുന്നു. കെഎസ്ആർടിസിയെ പണിമുടക്ക് ബാധിക്കില്ല എന്നാണ് മന്ത്രി പറയുന്നത്. സംഘടനകളുടെ പ്രതികരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ് നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ BMS ഒഴികെയുള്ള രാജ്യത്തെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് നാളെ ഈ ദേശീയ പണിമുടക്ക് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാളെ എല്ലാ തൊഴിലിടങ്ങളിൽ നിന്നും തൊഴിലാളികൾ പിൻവാങ്ങണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ യൂണിയനുകളെല്ലാം തന്നെ നൽകിയിരുന്നത്. മാത്രമല്ല, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകണം എന്നുള്ള നിർദ്ദേശവും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കൂടിയായിട്ടുള്ള കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കെഎസ്ആർടിസി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തും. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യൂണിയനുകളൊന്നും തന്നെ ഇതുവരെയും നോട്ടീസ് നൽകിയിട്ടില്ല. അത് മാത്രമല്ല, ജീവനക്കാരെല്ലാം തന്നെ പൂർണ്ണമായും സന്തുഷ്ടരാണെന്നുള്ള കാര്യം കൂടിയാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പൊതുഗതാഗതം തടസ്സമാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോട് യൂണിയനുകൾക്കും താല്പര്യം ഉണ്ടാകില്ല എന്ന് കൂടിയാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ യൂണിയൻ നേതാക്കളൊന്നും തന്നെ ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ തൊഴിലിടങ്ങളിൽ നിന്നും തൊഴിലാളികൾ സ്വയം പിൻവാങ്ങണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ട്രേഡ് യൂണിയനുകൾ നൽകിയിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, തൊഴിൽ നിയമ സംരക്ഷണം അടക്കമുള്ള വിവിധ തൊഴിലാളികളുടെ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ പണിമുടക്കിന്റെ ഭാഗമാകണം എന്നുള്ള നിർദ്ദേശവും ഈ ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുകയാണ്, നാളെ കെഎസ്ആർടിസി ബസ്സുകൾ അല്ലെങ്കിൽ കെഎസ്ആർടിസി സർവീസുകൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഒരു തരത്തിൽ യാത്രക്കാർക്ക് അതൊരു ആശ്വാസകരമായ കാര്യമാണ്. നാളെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോകേണ്ടവർ, പരീക്ഷകൾക്ക് പോകേണ്ടവർ എല്ലാവർക്കും തന്നെ ഈ കെഎസ്ആർടിസി ബസ്സുകൾ നാളെ സർവീസ് നടത്തുമെന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ അത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയും. എന്നാൽ ഇത് സംബന്ധിച്ച് ഇനി ട്രേഡ് യൂണിയന്റെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണമാണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. അത് മാത്രമല്ല, നാളെ പണിമുടക്കിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തുമോ, അതല്ലെങ്കിൽ സർവീസ് നടത്തുന്ന ബസ്സുകളെ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ അത് തടയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാളെ നോക്കേണ്ടതുണ്ട്. ലക്ഷ്മി, ദേവൻ എം പി ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.